കൗൺസിൽ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് 2 ദിവസത്തിന് മുമ്പ് നിയമന ഉത്തരവ് പ്രിന്റ് ചെയ്ത് വച്ചതിന് ശേഷമാണ് സഭ വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 43 വർഷക്കാലം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു സ്കിൽ ടെസ്റ്റിന് പോലും പോകാത്ത ഉദ്യോഗാർത്ഥിയെ എങ്ങനെ ഇതിനകത്ത് കടന്നുകൂടി? ഇവരിപ്പോൾ ഈ പറയുന്നതിൽ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, പൂങ്കുളത്തിലെ കൗൺസിലറിന്റെ ഉറ്റ ബന്ധു, CPM-ന്റെ ലോക്കൽ സെക്രട്ടറി, മുൻ ലോക്കൽ സെക്രട്ടറി, ആ ലോക്കൽ സെക്രട്ടറിന്റെ ബന്ധു, ഏരിയ കമ്മിറ്റി മെമ്പറിന്റെ അടുത്ത ബന്ധു. ആ ലിസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാനിറ്ററി ജീവനക്കാരെ ഇവർ എടുത്തതിന് ശേഷം ഇവരെന്താ ചെയ്യുന്നത്? ഇവിടത്തെ പിഒമാരായി പോസ്റ്റ് ചെയ്യും. ഈ കഴക്കൂട്ടത്തെ കൗൺസിലർ തുറപ്പയും എടുത്തുകൊണ്ട് തെരുവോരങ്ങളിൽ തൂത്ത് വൃത്തിയാക്കാൻ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയും നഗരമാതാവും വീണ്ടും വിവാദത്തിൽ നിറയുകയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് കഴക്കൂട്ടം കൗൺസിലറായ കവിത LS ഉൾപ്പെടെയുള്ള 54 പേരെ നഗരസഭയിൽ അനധികൃതമായി നിയമിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് BJP കൗൺസിലർമാർ രംഗത്ത് വന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ BJP ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ BJP കൗൺസിലറായ ശ്രീ കരമന അജിത് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. നിയമനം നടന്നിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ കൗൺസിലിൽ വന്നിട്ടുണ്ടായിരിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത സമീപനമാണ് നടത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് വഴി ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷെ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് നിയമന ഉത്തരവ് കൊടുത്തതിന് ശേഷം സഭയിൽ കൊണ്ടുവന്നിരിക്കുന്നു. എന്ത് ഗുരുതരമായ വിഷയമെന്ന് നമ്മൾ പലരത് ശ്രദ്ധയിൽപ്പെടാതെ പോയി. ഇപ്പോഴിന്ന് നിയമനം കൊടുത്തുകൊണ്ടുള്ള കത്ത് കൊടുക്കുന്നു. ഇന്നലെ കൗൺസിൽ കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കൗൺസിൽ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് 2 ദിവസത്തിന് മുമ്പ് നിയമന ഉത്തരവ് പ്രിന്റ് ചെയ്ത് വച്ചതിന് ശേഷമാണ് സഭ വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. സത്യപ്രതിജ്ഞാ ലംഘനമാണ് മേയർ ചെയ്തിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന നിയമനങ്ങൾ നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആനാവൂർ നാഗപ്പന് കത്തെഴുതിയ, ഇതിപ്പോൾ കഴിഞ്ഞ 43 വർഷക്കാലം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു കൗൺസിലർ, കഴക്കൂട്ടത്തുള്ള ഒരു കൗൺസിലറിന് ഇതിൽ അവർ സ്കിൽ ടെസ്റ്റിന് പോയിട്ടില്ല. നിങ്ങൾ പരിശോധിക്കണം. ഞാൻ പറയുന്നു, വളരെ ശക്തമായി തന്നെ പറയുന്നു, ഒരു സ്കിൽ ടെസ്റ്റിന് പോലും പോകാത്ത ഉദ്യോഗാർത്ഥിയെ എങ്ങനെ ഇതിനകത്ത് കടന്നുകൂടി? 49-നും 50-നും ഇടയ്ക്ക് നിരവധി ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അവസാനത്തെ ചാൻസാണ്. ഏകദേശം 12ഓളം പേരെ ഈ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. സ്കിൽ ടെസ്റ്റ് നടത്തിയിൽ പരാജയപ്പെട്ടു. ഇനിയിപ്പോൾ അവർക്ക് ഉദ്യോഗം കിട്ടത്തില്ല. ഇവരിപ്പോൾ ഈ പറയുന്നതിൽ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, പൂങ്കുളത്തിലെ കൗൺസിലറിന്റെ ഉറ്റ ബന്ധു. നോക്കണം, CPM-ന്റെ ലോക്കൽ സെക്രട്ടറി, മുൻ ലോക്കൽ സെക്രട്ടറി, ആ ലോക്കൽ സെക്രട്ടറിന്റെ ബന്ധു, ഏരിയ കമ്മിറ്റി മെമ്പറിന്റെ അടുത്ത ബന്ധു. ആ ലിസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറയുന്നത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. ഈ ചെയ്ത പ്രക്രിയ ജനാധിപത്യത്തിനെതിരാണ്. ഈ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി സമരമുഖത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഇന്നിപ്പോൾ അവിടെ നമ്മളൊരു ഉപരോധ സമരം നടത്തിയപ്പോൾ അവർ അതിൻ്റെ നമ്മുടെ ചെയറിൽ ഇരുന്നു കൊണ്ട്, ചെയറിൻ്റെ പുറത്ത് വന്ന് ഞങ്ങൾ സമരം നടത്തുന്നത് കൊണ്ട് പോലീസുകാരെ വിളിച്ചു പറയുകയാണ് ഇവരെ സൂക്ഷിച്ചോളണമെന്ന്. പോലീസിന്റെ പ്രൊട്ടക്ഷനോടുകൂടി സഭ നടത്തേണ്ട ഗതികേടുണ്ടായിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി 1 മണിക്കൂർ ചെയറിൽ പോലും കയറാൻ പറ്റാതെ കഴിഞ്ഞ കൗൺസിൽ സംഭവിച്ചാണ്. ചെയറിൽ കയറണമെങ്കിൽ പോലീസിനെ വിളിച്ചു വരുത്തി കൗൺസിലർമാരെ വലിച്ചിറച്ചുകൊണ്ട്, നമ്മുടെ വനിതാ കൗൺസിലർമാരെ മർദ്ദന മുറകൾ ഏർപ്പിച്ചുകൊണ്ട് വലിച്ചഴിച്ചുകൊണ്ടുപോയ ദൃശ്യമാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ കൗൺസിലിൽ. പോലീസിന്റെ പ്രൊട്ടക്ഷനോടുകൂടി കൗൺസിൽ നടത്തേണ്ട ഗതികേടുണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഭരണത്തിൻ്റെ പിടിപ്പുകേടാണ്. ഈ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വിധിയെഴുതും. ആ വിധിയെഴുത്ത് ഇവർക്ക് പ്രതികൂലമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കണ്ടിജന്റ് ജീവനക്കാരെയാണ് ഇവർ എടുത്തിരിക്കുന്നത്. കണ്ടിജന്റ് ജീവനക്കാരെ ഇവിടെ എടുക്കും. സാനിറ്ററി ജീവനക്കാരെ ഇവർ എടുത്തതിന് ശേഷം ഇവരെന്താ ചെയ്യുന്നത്? ഇവിടത്തെ പിഒമാരായി പോസ്റ്റ് ചെയ്യും.
ഈ കഴക്കൂട്ടത്തെ കൗൺസിലർ, ആ കൗൺസിലർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തുറപ്പയും എടുത്തുകൊണ്ട് തെരുവോരങ്ങളിൽ തൂത്ത് വൃത്തിയാക്കാൻ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഇന്റർവ്യൂ ചെയ്ത് ഇവർക്ക് അപ്പോയിൻമെന്റ് ഓർഡർ കൊടുത്തതിന് ശേഷം ഇവരെ ഈ ഓഫീസിലെ പ്രധാന ചുമതലകളിൽ ഇരുത്തുകയാണ് ചെയ്തത്. ഈ കണ്ടിജന്റ് ജീവനക്കാർ നിരവധി ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങളൊന്ന് പരിശോധിക്കണം. ആ പരിശോധിക്കുന്ന സമയത്ത് ഇവര് രാവിലെ തുറപ്പയുമായി തെരുവോരങ്ങൾ ശുചീകരിക്കപ്പെടേണ്ട ഈ തൊഴിലാളികളെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ഇവിടെ ശുചീകരണ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി, ശുചീകരണ പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയാണ് ഈ പറയുന്ന ആൾക്കാരെ എടുക്കുന്നത്. ഈ CPM-ന്റെ നേതാക്കന്മാരെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇവര് എവിടെ പോയി എന്ന് ചോദ്യം ചെയ്യാൻ പറ്റുമോ? ആ ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു ചുമതലപ്പെട്ട കാര്യകർത്താക്കന്മാരെയാണ് ഇവർ ഈ ജോലിയിൽ എടുക്കുമ്പോൾ ശുചീകരണ പ്രവർത്തനം അവതാളത്തിലാകില്ലേ? ഇതാണ് BJP പറയുന്നത്. ഇത് അവതാളത്തിലാകും. ഇത്തരം നേതാക്കന്മാരെ പിടിച്ച് PO-മാരായി ഇവിടെ സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള മുൻ ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് BJP എതിർക്കുന്നത്. ഞാൻ പറയുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു നയമുണ്ട്. എംപ്ലോയ്മെന്റ് വഴി ലിസ്റ്റ് ഇവർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എംപ്ലോയ്മെന്റ് വഴി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എംപ്ലോയ്മെന്റിൽ കൊടുത്തു. പല ഉദ്യോഗാർത്ഥികൾക്കും അവർ കത്തയച്ചിട്ടില്ല. കത്തയച്ച കത്തുകൾ കിട്ടിയിട്ടില്ല. ആ കിട്ടിയിട്ടില്ലാത്തവർക്ക് ഇനി പലപ്പോഴും പല പ്രാവശ്യം ഇനി കിട്ടാത്ത അവസ്ഥ. നമ്മളെ ഒരു ഏജ് വെച്ചുകൊണ്ട് 50 വയസ്സിനകത്ത് എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്ത് 50 വയസ്സ് അവസാനത്തെ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൽപ്പെടുന്ന ഏകദേശം 24 പേരാണ് ഔട്ടായിരിക്കുന്നത്. 30-40 വയസ്സിനിടയ്ക്കുള്ള ആൾക്കാരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സ്വജനപക്ഷപാതമാണ്. BJP പറയുന്നത് ഈ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. സ്വജനപക്ഷപാതം നടത്തില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരുന്നിട്ട് ആ സത്യപ്രതിജ്ഞ ലംഘനമാണ് ഈ പറയുന്ന മേയറും കൂട്ടരും കാണിച്ചിരിക്കുന്നത് എന്നാണ് BJP-ക്ക് പറയുവാനുള്ളത്. ഈ കൗൺസിലർമാരോട് ഈ ഒരു വിഷയത്തിൽ മേയറുടെ നിലവിലുള്ള നിലപാട്, ഇന്ന് വരെയുള്ള ഒരു നിലപാട് എന്താണ്? ആരുടെ? മേയറുടെ ഇടപാടുകൾ അവരുടെ കക്ഷികളുടെ കൗൺസിലർമാർക്ക് വരെ എതിർപ്പുണ്ട്. അവരുടെ കക്ഷിയിലെ നേതാക്കന്മാർക്ക് എതിർപ്പുണ്ട്. അവരുടെ കൗൺസിലർമാർക്ക് എതിർപ്പുണ്ട്. പല കൗൺസിലർമാർ ഘടകകക്ഷിയുടെ പലരും ഈ ലിസ്റ്റ് കണ്ടിട്ടില്ല. കൗൺസിലർ ഇതിൻ്റെ അകത്ത് കഴക്കൂട്ടം CPM-ന്റെ നേതാവായിട്ടുള്ള കൗൺസിലർ ഇതിൻ്റെ അകത്ത് പെട്ടു എന്നത് ഞങ്ങളുടെ ഒരു കൗൺസിലർ പറഞ്ഞ് ചൂണ്ടിക്കണം. നിങ്ങൾ എന്തിനു സമരം ചെയ്യുന്നു ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഒരു കൗൺസിലർ ഇതിൽപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ CPM-ന്റെ കൗൺസിലർമാർ അറിഞ്ഞിട്ടില്ല. ഇത് ഒരു ഉപജാക സംഘത്തിൻ്റെ ഗൂഢാലോചനയാണ്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്ന ഈ നമ്മുടെ നേരത്തെ ആനാവൂർ നാഗപ്പനാണെങ്കിൽ ഇപ്പോൾ ജോയിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പറയുന്ന അനധികൃത നിയമനം, ഇതിനെയാണ് BJP എതിർക്കുന്നത്. കവിതയെ എങ്ങനെ പരിഗണിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് BJP മനസ്സിലാക്കുന്നത്? അവരുടെ ആൾക്കാർ സ്വജനപക്ഷപാതം അത് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, കവിത മാത്രമല്ലല്ലോ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ബന്ധുവിനെ ഉൾപ്പെടുത്തിയിട്ടില്ലേ? മുൻ ബ്രാഞ്ച് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയിട്ടില്ലേ? ഇതൊക്കെ അവരുടെ ആൾക്കാർ മാത്രം മതി, മറ്റുള്ളവർ വേണ്ട എന്നുള്ള സമീപനമാണ്. അത് അവർ കാണിച്ചിരിക്കുന്നത് സ്വജനപക്ഷപാതം തന്നെയാണ്, സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണിത്. BJP ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധ പരിപാടികളുമായി ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി BJP മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 19-ാം തീയതി രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ തിരുവനന്തപുരം സിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണ്. അന്നത്തെ ദിവസം തീർച്ചയായിട്ടും ഈ വിഷയങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇപ്പോൾ നിയമനത്തെ സംബന്ധിച്ചുള്ള ഇത് മാത്രമല്ല അഴിമതി, കെടുകാര്യസ്ഥത, നിരവധി കെടുകാര്യസ്ഥത ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതൊക്കെ പുറത്തു കൊണ്ടുവരുമെന്ന് ആകുന്ന സമയത്ത് ഇത് അവർ വളച്ചൊടിച്ച് ഈ പറയുന്ന വിഷയങ്ങളിലേക്ക് കടത്തിവിടുകയാണ്. ഈ 4.5 വർഷക്കാലം ഈ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന ഈ ഭരണ സംവിധാനം തികച്ചും പരാജയമാണ്, വികസന മുരടിപ്പാണ്, സ്വജനപക്ഷപാതമാണ്, അഴിമതിയാണ് എന്നാണ് BJP-ക്ക് പറയുവാനുള്ളത്. ഈ ലിസ്റ്റിൽ എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ട്? ഇപ്പോൾ 54 പേരെ എടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ റാങ്ക് പട്ടിക അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 54 പേരെയാണ്. ഇത് വരുന്ന അനുസരിച്ച് ഇതിൽ നിന്ന് എടുക്കുവാനാണ് അവരുടെ. ഇപ്പോൾ 54 പേർക്ക് ഇവർ അപ്പോയിൻമെന്റ് ഓർഡർ മെനഞ്ഞാന്ന് കൗൺസിലിന്റെ തലേ ദിവസം തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. 54-ലെ 90% അനധികൃത നിയമനം തന്നെയാണ്. അത് ആ ലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് 90% അനധികൃതമായി നിങ്ങൾക്ക് നോക്കണേ,
30-നും 40-നും വയസ്സിനിടയ്ക്കുള്ള ഉദ്യോഗാർത്ഥികൾ കടന്നുകൂടിയിരിക്കുന്നു. 49-നും 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവസരമില്ല. 30-നും 40-നും ഇടയ്ക്കുള്ള ആൾക്കാരെ ഇതിൽ കടന്നുകൂടിയിരിക്കുന്നു. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 40-നും 50-നും ഇടയ്ക്കുള്ള ഈ ഗണത്തിൽപ്പെടുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം. പക്ഷേ ഈ 30-നും 40-നും ഇടയ്ക്കുള്ള നിരവധി ഉദ്യോഗാർത്ഥികൾ ഇതിൽ കടന്നുകൂടിയിരിക്കുന്നു. എല്ലാം CPM-ന്റെ അവരുടെ നേതാക്കന്മാരും അവരുടെ ഉറ്റബന്ധുക്കളുമാണ്. ആ ലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ അനധികൃത നിയമനത്തിനെതിരെ വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായി രംഗത്ത് വരുമെന്നാണ് BJP വ്യക്തമാക്കുന്നത്. ഈ 54 പേരും അനധികൃത നിയമനത്തിന് വിധേയരായവരാണ് എന്നാണ് BJP ആരോപിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് വ്യക്തമാക്കുകയാണ് ശ്രീ കരവന അജിത്തും. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.